പ്രൈസ് ദ ലോർഡ്. കർത്താവായ ജീവനുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. വളരെ ഷോർട്ടായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പോർട്ടൻസ്. പ്രൈസ് ഗാഡ്. ഒരു വ്യക്തി ഒരു സത്യക്രിസ്ത്യാനിയായി ജീവിക്കണം എന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വഴിയിൽ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം വളരെ പ്രാധാന്യമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സത്യക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. നമുക്ക് ഒരു സാധാ ക്രിസ്ത്യാനി, ഒരു ചർച്ച് ഗോയിങ് പേഴ്സൺ, അല്ലെങ്കിൽ ചർച്ചിയാനി, ക്രിസ്ത്യാനിയല്ല ചർച്ചിയാനായിട്ട് ജീവിക്കാം, അത്രയും പറ്റത്തുള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. റിയൽ ക്രിസ്ത്യനായിട്ട്, ബോൺ അഗെയിൻ ക്രിസ്ത്യനായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതായത് എനിക്ക് പറയാനുള്ളത്, പലർക്കും ഒരു ചിന്തയുണ്ട്, പിന്നെ നമ്മൾ ഒരുപാട് ബൈബിൾ വായിക്കുന്നു, പഠിക്കുന്നു, അതിൻ്റെ ബൈബിൾ നോളജൊക്കെ നേടുന്നു, PhD ഒക്കെ എടുക്കുന്നു, എല്ലാം നല്ലതാണ്. പക്ഷേ പലർക്കും ഒരു ധാരണയുണ്ട്, ഒരു തെറ്റായ ധാരണയുണ്ട്. പിന്നെ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് നമ്മൾ സത്യക്രിസ്ത്യാനിയാകും എന്നൊരു ധാരണ പലർക്കും ഉണ്ട്, ഒരു ചിന്ത പലർക്കും ഉണ്ട്. അത് തെറ്റാണ്, അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ അതുപോലെ നമ്മൾ ഈ ബൈബിളൊക്കെ പിന്നെ ശരിക്കും മെമ്മറൈസ് ചെയ്തുകൊണ്ട് ആരും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അത് മെമ്മറൈസ് ചെയ്തുകൊണ്ട് മാത്രം. പ്രൈസ് ദി ലോർഡ്. പലർക്കും ബൈബിൾ നല്ല നോളജാണ്. ബൈബിളിൻ്റെ വാക്യം കാണാതെ പറയും. ജനസസ് മുതൽ റെവലേഷൻ വരെ അവർക്ക് പറയാൻ പറ്റും. ബൈബിൾ തുറക്കാതെ പ്രസംഗിക്കാൻ പറ്റും. നല്ലപോലെ ഡിബേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾ സത്യക്രിസ്ത്യാനി ആകുന്നില്ല, അതുപോലെ സ്വർഗരാജ്യം നേടത്തുമില്ല. പ്രൈസ് ഗാഡ്. നോളജൊക്കെ ഉള്ളത് നല്ല കാര്യമാണ്, ബൈബിൾ നോളജൊക്കെ ഉള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം രക്ഷയില്ല. പ്രൈസ് ഗാഡ്. ആദ്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായേക്കണം, എന്നാലേ നമുക്ക് ഒരു സത്യക്രിസ്ത്യാനിയാകുവാനും സ്വർഗരാജ്യം നേടാനൊക്കെ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എനിക്ക് ഇത് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:13 വായിക്കാമെങ്കിൽ, ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 13 വായിക്കാമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു, പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സത്യവഴിയിലേക്ക് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിൾ എന്താണെന്ന് ചോദിച്ചാൽ അത് ബേസിക് ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, ബേസിക് ഇൻസ്ട്രക്ഷൻ. അത് ഇപ്പം മലയാളത്തിൽ അത് എങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു എക്സാമ്പിൾ ഞാൻ തരാം, ഒരു ഉദാഹരണം ഞാൻ തരാം. അതായത് ഒരു വാതിലാണ്, ബൈബിൾ ഒരു വാതിലാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാതിൽ തുറന്നാലേ നമുക്ക് അകത്ത് എന്തോ ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് പുതിയതായിട്ടൊരു വീട് മേടിക്കാമെങ്കിൽ നമ്മൾ അതിൻ്റെ ആ വാതിൽ തുറന്നകത്ത് കയറുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നത്. പിന്നെ കണ്ടു കഴിഞ്ഞാലും അത് പോരാ, പിന്നെ നമ്മൾ കുറേ അറേഞ്ച്മെൻറ്റ്സ് അവിടെ ചെയ്യും. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ വീട് അലങ്കരിക്കും, അറേഞ്ച്മെൻറ്റ്സ് അവിടെ നമ്മൾ നടത്തും. ഓക്കെ, അപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നാൽ മാത്രം പോരാ. അപ്പോൾ വാതിൽ തുറന്നകത്ത് കയറിയിട്ട് പിന്നെ നമ്മൾ പലതും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആഗ്രഹമുള്ള വീടായി മാറത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുപോലെയാണ് ഈ ബൈബിൾ ഒരു വാതിലാണ്, സ്പിരിച്വൽ ലൈഫിൻ്റെ ഒരു വാതിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിലൂടെ കടക്കുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തൊക്കെ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മൾ ഏത് വഴി കൂടെ സ്വർഗരാജ്യം നേടാൻ സഹായിക്കുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മൾ പ്രവർത്തിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം. അപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്.
അല്ലാതെ പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എൻ്റെ ലൈഫാണ് പറയുന്നത്. പ്രൈസ് എൻ്റെ ലൈഫ് ഞാൻ പറയുന്നു, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്ത്യാനിയാകുമ്പം എനിക്ക് ബൈബിളിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമെന്നും പിന്നെ അതൊന്നും എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചെന്താ വെച്ചാൽ, ഞാനൊരു ക്രിസ്ത്യാനിയായപ്പം ദൈവം എന്നെ പഠിപ്പിച്ചത്, ഞാൻ നിന്നെ വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവം എന്നോട് സംസാരിച്ചത്, ഞാൻ നിന്നെ വഴി നടത്തും. കാരണം എനിക്ക് ബൈബിൾ നോളജ് ഇല്ല, വാക്യങ്ങൾ ബൈബിളിനകത്ത് എന്തൊക്കെ വാക്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം എന്നോട് സംസാരിച്ചത്, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും, ഞാൻ നിന്നെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ സ്ട്രീറ്റ് പ്രീച്ചറായിട്ട് പിന്നെ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദൈവത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത്, സ്ട്രീറ്റ് പ്രീച്ചറായിട്ട് പ്രവർത്തിക്കുന്നത്. ആ ഒരു ദൈവത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, എനിക്ക് തന്ന ഒരു വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രോമിസ്, ദൈവത്തിൻ്റെ പ്രോമിസാണ് എന്നെ ഇന്ന് സ്ട്രീറ്റ് പ്രീച്ചറാക്കിയത്. അല്ലാതെ ഞാൻ ബൈബിൾ ജീനിയസ് ആയതുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. എന്നെ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു, സത്യത്തിൽ എന്നെ വഴി നടത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്ട്രീറ്റ് പ്രീച്ചറായത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ദൈവത്തെ പറ്റി സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എനിക്ക് പറയാൻ ഉള്ള ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പിന്നെ തെറ്റായ ധാരണയിൽ ജീവിക്കല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ പലർക്കും പള്ളിയിലൊക്കെ പോകുന്ന പലർക്കും തെറ്റായ ധാരണയുണ്ട്. പിന്നെ ബൈബിൾ ഒരുപാട് പഠിച്ചതുകൊണ്ട് നമ്മൾ സത്യക്രിസ്ത്യാനിയായി, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നേടും, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥനയ്ക്ക് പോകുന്നു, പള്ളിയിലൊക്കെ പോകുന്നു, സ്നാനമൊക്കെ ഏറ്റു, അന്യഭാഷയൊക്കെ സംസാരിക്കുന്നു. അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ സത്യം അറിയണം. പ്രൈസ് ദി ലോർഡ്. അത് അറിയണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ പ്രവർത്തിക്കണം നമ്മുടെ ഡെയിലി ലൈഫിൽ. പ്രൈസ് ദി ലോർഡ്. പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത്. പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണോടെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാൻ പറയാൻ തെറ്റാണെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണോടെ ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. അതായത് പിശാചിനും എല്ലാ കഴിവുണ്ട്. പക്ഷേ ദൈവത്തിനെ പോലെ ഒരു മൈറ്റി പവർ പിശാചിനില്ല. ഓക്കെ, ദൈവത്തിനെ പോലെ ഒരു മൈറ്റി പവർ പിശാചിനില്ല. പക്ഷേ പിശാചിന് പവറുണ്ട്. അതുപോലെ പിശാചിന് എല്ലാ നോളജുണ്ട്. പിശാചിന് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും അറിയാം. ജനസിസ് മുതൽ റെവലേഷൻ വരെ പിശാചിന് കാണാതെ പിശാചിനെല്ലാം അറിയാം. പിശാചിന് നല്ലപോലെ പ്രസംഗിക്കാനും അറിയാം. പിശാചിന് അന്യഭാഷ പറയാൻ അറിയാം. പിശാച് വേണമെങ്കിൽ സ്നാനപ്പെടുകയും ചെയ്യും, എല്ലാം ചെയ്യും. അപ്പം ബൈബിൾ നോളജ് ഉള്ളതുകൊണ്ട് ഒരു വ്യക്തി സ്വർഗത്തിൽ പോകും എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പോകുന്ന പിശാചായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം പിശാചിന് എല്ലാ നോളജ് ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പിശാച് പ്രവർത്തിക്കുന്നില്ല. മനസ്സിലായ? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പിശാച് പ്രവർത്തിക്കുന്നില്ല. കാരണം പിശാചിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല. പിശാചിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നാൽ പിശാചും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ പിശാചിൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവില്ല. പക്ഷേ പിശാചിന് എല്ലാ നോളജുണ്ട്. ആദ്യം പറഞ്ഞല്ലോ, പ്രസംഗിക്കാനുള്ള നോളജുണ്ട്, അന്യഭാഷ പറയാനുള്ള നോളജുണ്ട്, പിന്നെ എന്താ പറയുന്നത്, ബൈബിളിൻ്റെ എന്ത് നമ്മൾ ചോദിച്ചാൽ അത് പറയാനുള്ള കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, പ്രൊഫസി നടത്താനുള്ള കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രവചിക്കാനുള്ള കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ പരിശുദ്ധാത്മാവ് പിശാചിലില്ല. അതുകൊണ്ടാണ് പിശാച് സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെസ്സേജാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ സകല സത്യത്തിനും വഴി നടത്തണം. അതിനെനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്ക് പ്രത്യേക ഒരു ആത്മധൈര്യം നമുക്ക് ദൈവം തരും. നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പേടിയെല്ലാം മാറിപ്പോവും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പേടിയില്ലാതായിപ്പോവും. പ്രൈസ് ദി ലോർഡ്. അതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, സകല സത്യത്തിലും വഴി നടത്തുവന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സത്യക്രിസ്ത്യാനിയായി മാറും. പക്ഷേ ഇന്ന് മെജോറിറ്റി ആൾക്കാരും ചർച്ചിയാനികളാണ്. ക്രിസ്ത്യാനികളല്ല, ചർച്ചിയാനികളാണ്. അത് പ്രസംഗിക്കുന്നവരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു മെസ്സേജ് ഇട്ടാണ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഉള്ളിൽ ദൈവം തന്നൊരു ആലോചനയാണ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പ്രൈസ് ഗാഡ്. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് സത്യക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. നമുക്ക് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തിയെല്ലാം പഠിക്കുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ നിന്ന് നമ്മൾ പ്രസംഗത്തിലൂടെ നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയായിരിക്കും. പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലും കൊണ്ടുവരണം. പ്രവൃത്തിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ സത്യക്രിസ്ത്യാനിയാകത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹോളി സ്പിരിറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ് എല്ലാവരെയും സകല സത്യത്തിലും വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ വായിക്കണം. ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 13. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:13 വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ആൾ. ഗോഡ് ബ്ലെസ് യു ആൾ. ഗോഡ് ബ്ലെസ് യു ആൾ.